ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ, എനക്കും മക്കൾക്കും ഇവിടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എപ്പോഴും ഞാൻ ഇതൊക്കെ ഫുഡും നിങ്ങൾക്കെല്ലാം അറിയുന്ന ഫുഡുകളൊക്കെ ഉണ്ടാക്കി നിങ്ങളെപ്പോഴും ചടിപ്പിക്കല്ലേ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലേ കേട്ടോ. 2-3 ദിവസമായി ഫുൾ വീഡിയോ ഒന്നും ഇടാതെ ഷോർട്ട് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ആക്കുന്ന ഓരോരോ തിരക്കുകൾ കാരണമായിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ എന്താക്കി പറഞ്ഞാൽ ഞാനും മോളും അടുത്തുള്ള 2 കുട്ടികളും എൻ്റെ അയൽവാസി കുട്ടികളും കൂടിയിട്ട് വിരാജ്പേട്ട പോവുകയാണ് കേട്ടോ. പോയത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിന് പോയത് റേഷൻ കാർഡ്. ഞാൻ അങ്ങനെ അവിടെ എത്തിയൊരു 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ ഉള്ളിൽ റേഷൻ കാർഡൊക്കെ കിട്ടി കേട്ടോ. ഇതൊക്കെ ഈ കൊടകിലേക്ക് വന്നവർക്ക് അറിയാം. ടവർ ക്ലോക്ക് വിരാജ്പേട്ടയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് സിദ്ധാപുരത്തേക്ക് കുശാലനഗരത്തേക്കുള്ള വഴിയാണിത്. ടവർ ക്ലോക്ക് ഇത് കണ്ടവരൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. മിക്കവാറും വിരാജ്പേട്ട വന്നവർ കൊടകിൽ വന്നവർ വിരാജ്പേട്ട വരാതെ പോകില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി റേഷൻ കാർഡൊക്കെ വാങ്ങി ഫുഡ് കഴിച്ചിട്ടാണ്. കുട്ടികളുണ്ടല്ലോ കൂടെ. അപ്പം ഞാൻ വിചാരിച്ച് നമ്മളിവിടെ ഫേമസ് ആയിട്ട് വിരാജ്പേട്ടയ്ക്ക് എല്ലാവർക്കും അറിയും ഉമ്മർ ബിരിയാണി എന്ന് പറയും. അപ്പം നമ്മൾ അവിടെ പോയിട്ട് ഇവിടുത്തെ അച്ചാർ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി അച്ചാറാണ്. മധുരം എരിവും പുളിയൊക്കെ ആയിട്ടില്ല. കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഈ ഒരു ചോറ് ഇവിടുത്തെ ഈ ബിരിയാണി ഉമ്മർ ബിരിയാണി പറഞ്ഞാൽ ഫേമസ് ആണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ചിക്കനൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ആരും കഴിക്കാത്തവരുണ്ടാവില്ല. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചിരുന്ന് ഞങ്ങൾ സമയം ഏകദേശം ഒരു 12:30 മണി 1 മണി ആയിന് കേട്ടോ. 1:30 മണി ആയിന്. ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് കുറേ നേരം ചെറിയും കളിയും വാക്കും വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. എല്ലാവരും നല്ല അച്ചടക്കത്തോടുകൂടെ ഉണ്ടല്ലോ. അപ്പോൾ എന്താക്കി ഇതെന്താ പറഞ്ഞാൽ കൈ തുടക്കുന്നവരൊരു നൊസ്റ്റാൾജി ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് ഉണ്ടാവില്ല, അതാണ് അടുത്ത്. അങ്ങനെ ഞങ്ങൾ എന്താക്കി പറഞ്ഞാൽ ചോറൊക്കെ കഴിച്ച് അതിൻ്റെ സൈഡിൽ കൂടി തന്നെ ഉണ്ടല്ലോ ഗവൺമെൻറ് സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ എന്താക്കി ഏതായാലും ഗവൺമെൻറ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഉണ്ടെങ്കിൽ സിദ്ധാപുരത്തേക്ക് ബസ്സിൻ്റെ കയറാമെന്നും വിചാരിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാൻഡിൽ പോയത്. പക്ഷെ ഞങ്ങൾ ഒറ്റ മോഡിൽ ഞങ്ങൾ നേരെ കുശാലനഗരത്തേക്കാണ് കയറിയത്. ഏതായാലും സമയം അത്രയല്ല ആയിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു നമുക്ക് എന്തായാലും. പക്ഷെ നമ്മൾ ബസ് ഒറ്റയടിക്ക് പോയി നോക്കുമ്പോൾ ബസ് എത്ര മണിക്കാണ് 2 മണിക്ക് 2:30 മണിക്ക് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ ഒരു ബസാർ ഉണ്ടായിന്. അവിടെ പോയി വെറുതെയെങ്കിലും ഒന്നും എടുത്തിട്ടൊന്നുമില്ല. വെറുതെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് സീൻ ചെയ്തൊന്ന് നടന്ന് വലിയ ആൾക്കാരെ പോലെ എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി വെറുതെ കേട്ടോ. ഒരു രസമല്ലേ ഇതൊക്കെ. എപ്പോഴും ഇപ്പോൾ ചോറ് അങ്ങനെ നമ്മളെ ഫ്രീ ടിക്കറ്റായ 4 ആൾക്കൂർ കുശാലനഗരത്തേക്ക് അങ്ങോട്ട് ബസ്സിന് കയറി കഴിച്ചു. ഒറ്റ മോഡിലാണ് കയറി. ബസ്സിന് ഏതാ വെച്ചാലും പൈസ കൊടുക്കണ്ടല്ലോ. ആധാർ കാർഡ് കയ്യിലും ഉണ്ട്. അപ്പോൾ എന്താക്കിയല്ല 4 ആൾ ആധാർ കാർഡ് കയ്യിലും ഉണ്ട്. അത് ഞങ്ങൾ എന്താക്കി ഫ്രീ ടിക്കറ്റ് ഇത് 0 ബാലൻസ് നേരെ കുശാലനഗരത്തേക്ക് കയറി. പക്ഷെ നമുക്ക് ഡയറക്റ്റ് കുശാലനഗരത്തേക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളെ ലക്ഷ്യം കുശാലനഗരത്തേക്കായിരുന്നു. അങ്ങനെ പിന്നെ അവിടെയൊക്കെ പോയി കുശാലനഗരത്തേക്കൊക്കെ പോയപ്പോൾ നല്ല വ്യൂ ഉണ്ടായിന് കേട്ടോ. പക്ഷെ ഇത് നമുക്കൊരു വലിയത് കാണാത്തൊരു നല്ല രസമായിരിക്കും. നിറച്ച് നെല്ലും കൃഷികളും പുകലും ജോളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിന്. അങ്ങനെ പെരിയാപട്ടണം പോയി അവിടെ പോയി ഒരു ഐസ്ക്രീമും ഇതൊക്കെ വാങ്ങി തിന്ന് അവിടുന്ന് കുശാലനഗരത്തേക്ക് കയറിയിട്ടാണ്. കുശാലനഗരത്തേക്കൊക്കെ എത്തുമ്പോഴത്തേന് ഇത് പെരിയാപട്ടണം ഇത് ഗോണിക്കുപ്പ സ്റ്റാൻഡാണിത്. ഗോണിക്കുപ്പ പോയി തെത്തുമത്തി പോയി തെത്തുമത്തിന്ന് പെരിയാപട്ടണം പോയി പെരിയാപട്ടണം കുശാലനഗരം പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലായിടത്തും പോയി എന്നിട്ട് ഗൈസ് ഇതാണ് പ്രശ്നം. അങ്ങനെ അവിടെ നിന്ന് പെരിയാപട്ടണം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റൊക്കെ എൻ്റെ വീഡിയോ ഫുള്ളൊന്നും ഇതിലില്ല കേട്ടോ. ഞങ്ങൾ കുശാലനഗരത്തൊന്നും വീഡിയോ ഒന്നും ഇല്ല. അപ്പോഴത്തേക്കിനും അതെല്ലാം എൻ്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിട്ട് ഇതിപ്പോൾ വിചാരിക്കാതെ പോകുകയല്ലേ. അപ്പോൾ ഫോണൊക്കെ സ്വിച്ച് ഓഫായി. ഞങ്ങൾ അവിടെ പോയി ഒരു ഐസ്ക്രീം തിന്ന് കുശാലനഗരം പോയൊരു ജ്യൂസൊക്കെ കുടിച്ച് ലേസൊക്കെ വാങ്ങി തിന്ന് അവിടെ നിന്ന് 6 മണിൻ്റെ സ്റ്റേറ്റിന് ഞങ്ങൾ തിരിച്ച് കയറിട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു രസമാണല്ലോ. എന്തായാലും ബസ്സിന് പൈസ ഇല്ല. അപ്പം ഞങ്ങൾ അങ്ങനെ ആ ഒരു മൂഡിൽ പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്കിയിട്ട് വരും. ഇത് പെരിയാപട്ടണം സ്റ്റാൻഡാണ്. സൊണ്ടിക്കുപ്പ ഗോണിക്കുപ്പ കഴിഞ്ഞിട്ട് പെരിയാപട്ടണം സ്റ്റാൻഡിലേക്ക് എത്തിയതാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്കിയിട്ട് വരും.